ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതെന്നറിയോ? നമ്മളെ തന്നെ തിരിച്ചറിയാതെ സ്നേഹിക്കാതെ വി ആർ ഡിപ്പെൻഡിങ് സംബഡി എൽസ്. എല്ലാത്തിനും മറ്റൊരാൾ ആരെങ്കിലും എന്നെ ആശ്വസിപ്പിച്ചാലേ ഞാൻ ആശ്വാസമാകത്തുള്ളൂ. നമുക്ക് നമ്മളോട് സെൽഫ് ലവ് ഇല്ല. നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത് സെൽഫ് ലവ് സെൽഫിഷാണെന്നാണ്. പ്രശ്നങ്ങൾ പറയാൻ എന്താണെന്ന് അറിയില്ല, പക്ഷേ എപ്പോഴും വിഷമമാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു പോരായ്മ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് വി ആർ എക്സ്പെക്ടിങ് ഫ്രം അതേഴ്സ്? നമ്മുടെ ഉള്ളിൽ ആവശ്യത്തിന് ഇല്ലാത്തത് കൊണ്ട് സന്തോഷിച്ചിരിക്കുന്ന ആളുകളിലേക്ക് കൂടുതൽ സന്തോഷം ഓപ്പർച്യൂണിറ്റീസും വരികയും എപ്പോഴും വിഷമിക്കുകയും കുറ്റം പറയുകയും ആളുകൾക്ക് കൂടുതൽ ഡിഫിക്കൽട്ടീസ് വരികയും ചെയ്യുന്നു. ഒന്നും വേണ്ട, നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ തന്നെ പറയാം. അന്ന് ഞാൻ എക്സ്പീരിയൻസ് എനിക്ക് നല്ല കാര്യങ്ങൾ എത്ര സ്പീഡിൽ നടന്നു, ഫിയർ വന്നപ്പം ബുദ്ധിമുട്ടുകളും അതേ സ്പീഡിൽ നടക്കാൻ തുടങ്ങി. എന്താ നടക്കുന്നത് തിരിച്ചറിയുന്നതിന് മുന്നേ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഉടനെ നടക്കുന്നു. മാം, ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ മനസ്സിനെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അറിയാം, ഏറ്റവും കൂടുതലും ഇത്തരത്തിലുള്ള ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിൽ ഇവരുടെ ആവശ്യക്കാർ എന്ന് പറയുന്നത് മാനസിക നില തെറ്റി നിൽക്കുന്ന ഒരാളുകളാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ഇനി എങ്ങോട്ട് എന്നറിയാതെ നിൽക്കുന്ന മനുഷ്യരാണ്. ഇപ്പോൾ വിഷമം കഴിയാതെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആ ഒരു രീതിയിൽ വരെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ പണമില്ലാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, കുടുംബജീവിതങ്ങൾ തകർന്നതിൻ്റെ പേരിലാകാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒറ്റപ്പെട്ടവരെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഈ ഒറ്റപ്പെടൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധി എന്നൊക്കെ പറയുന്നത് ജീവിതം അത്ര കഠിനമായതുകൊണ്ടല്ല വരുന്നത്. ശരിക്കും നമുക്കുള്ള ജീവിതത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വിമുഖത കാണിക്കുമ്പോഴാണ്. ഒരു റിയാലിറ്റി എന്ന് പറയുന്നുണ്ട്, നമ്മുടെ കൺട്രോളിലുള്ളതും കൺട്രോളിലില്ലാത്തതുമായ കുറേ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. നമുക്കിത് കൺട്രോൾ ചെയ്യാം, ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതറിയാതെ നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യത്തെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് മാറ്റാൻ പറ്റാത്ത കുറേ കാര്യങ്ങളെ മാറ്റാനായിട്ട് നമ്മൾ യുദ്ധം ചെയ്യും. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു മാറ്റം വരുന്നില്ല, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഒരു പരാജയം, മാറ്റം വരുന്നില്ല, നിരാശ എന്നൊക്കെ വരുന്ന ഒരു ഘട്ടത്തിലെത്തും. അവിടെ ശരിക്കും വേണ്ടത് എന്താണ് റിയാലിറ്റി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒറ്റപ്പെട്ട മനുഷ്യരോട് പറയാനുള്ളത് എന്താണ്? അല്ലെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു, അപ്പോൾ ഒറ്റപ്പെട്ട മനുഷ്യരോട് പറയാനുള്ളത്? ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതെന്നറിയോ? നമ്മളെ തന്നെ തിരിച്ചറിയാതെ സ്നേഹിക്കാതെ വി ആർ ഡിപ്പെൻഡിങ് സംബഡി എൽസ്. എല്ലാത്തിനും മറ്റൊരാൾ ആരെങ്കിലും എന്നെ ആശ്വസിപ്പിച്ചാലേ ഞാൻ ആശ്വാസമാകത്തുള്ളൂ, ആരെങ്കിലും എന്നെ കേട്ടാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മുടെ എമോഷൻസ് ഈസ് ഡിപ്പെൻഡിങ് സംബഡി എൽസ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് സെൽഫ് ലവ് ഇല്ല. നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത് സെൽഫ് ലവ് സെൽഫിഷാണെന്നാണ്. ഒരിക്കൽ പോലും ശരിക്കും ഈ ലോകത്തിൽ നമ്മൾ വന്നിട്ട് ചെയ്യുന്നതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മൾ പഠിക്കുന്നു, നല്ല ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുന്നു. ഈ ജോലി എന്തിനാണ്? കുറേ കാശുണ്ടാക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നു. ഈ കാശ് എന്തിനാണ്? നമ്മൾ സന്തോഷിക്കാൻ. അവസാനം നമുക്ക് കിട്ടാതെ പോകുന്നത് എന്താണ്? സന്തോഷമില്ല. എവിടാണ് സന്തോഷം? ഈ ചെയ്യുന്നതെല്ലാം നമുക്ക് ഈ ശരീരം ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ആവശ്യമുള്ളൂ. ശരീരം ഇല്ലെങ്കിൽ നമുക്ക് പണം ആവശ്യമില്ല, പ്രശസ്തി ആവശ്യമില്ല, പവർ ആവശ്യമില്ല, റിലേറ്റീവ്സ് ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. എന്നിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് എന്തിനെയാണ്? നമ്മുടെ ശരീരത്തെ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഏറ്റവും കുറ്റപ്പെടുത്തുന്നതും നമ്മൾ ശിക്ഷിക്കുന്നതും എന്തിനെയാണ്? നമ്മുടെ ശരീരത്തെ. ഒന്നിരുന്ന് നമ്മളെ തന്നെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാനും ഒരു അംഗീകരിക്കാനും നമ്മുടെ ശരീരത്തിന് എന്ത് വേണമെന്നൊന്നറിയാനും ആരും സമയം ചെലവഴിക്കാറില്ല. നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ തന്നെ കേൾക്കാൻ നമുക്ക് സമയമില്ല. നമ്മളെന്താണ് ഇതെല്ലാം പുറത്തു നിന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആരിൽ നിന്നെങ്കിലും, മറ്റുള്ളവരിൽ നിന്നും എത്രത്തോളം നമ്മളെ എക്സ്പെക്റ്റേഷൻസ് കൂടുന്നതനുസരിച്ച് ഡിസപ്പോയിൻമെൻറ്റും കൂടും. അല്ല, ഇതിനകത്ത് മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ഇഷ്യൂകൾ. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതലും വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ഭർത്താവ് മറ്റൊരാളുടെ കൂടെ പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയതുകൊണ്ടോ മാത്രമല്ല. എല്ലാം ഉണ്ട്. അവരുടെ ജീവിതം വളരെ മനോഹരമായിട്ടാണ് പോകുന്നത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും വിഷമമാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ പറയാൻ എന്താണെന്ന് അറിയില്ല, പക്ഷേ എപ്പോഴും വിഷമമാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു പോരായ്മ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ്
മാറ്റുന്നത്? അല്ലെങ്കിൽ അതിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ആളുണ്ട്, അതിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആളുണ്ട്, അതെങ്ങനെയാണ് മാറ്റുന്നത്? ഇത് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ഇതുപോലെ ക്ലയൻസ് വരാറുണ്ട്. ഇവരെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും മാറിയിട്ട് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും. എൻ്റെ ചുറ്റുമുള്ള, അതായത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ പേരൻസ് മാറണം, എൻ്റെ കൊളീഗ്സ് മാറണം, എൻ്റെ ജീവിത പങ്കാളി മാറണം, മക്കൾ മാറണം. ഇത് പോസിബിളാണോ? അല്ല, ഒരിക്കലും അല്ല. ഇങ്ങനെ നമ്മൾ ശ്രമിക്കുകയാണ്, മാറ്റാൻ ശ്രമിക്കുകയാണ്. കല്യാണം കഴിയുന്ന നാൾ മുതൽ ജീവിത പങ്കാളിയെ മാറ്റാൻ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും എൻ്റെ ഇഷ്ടത്തിന് മാറുന്നത് ഒരു സ്വപ്നമാണ്, ഒരാഗ്രഹമാണ്. അതേപോലെ ഒത്തിരി പേര്, എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ ആയിരുന്നെങ്കിൽ, എന്നെ ബാംഗ്ലൂർ വിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ, എന്നെ കാനഡയിൽ വിട്ടിരുന്നെങ്കിൽ, എന്നെ ലോൺ എടുത്ത് അതിൽ വിട്ടിരുന്നെങ്കിൽ എൻ്റെ ജീവിതം നല്ലതായേനെ. വി ആർ ബ്ലെയിമിങ് അതേഴ്സ്. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ സന്തോഷത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ മാത്രമാണ്. റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന നിമിഷത്തിലിരുന്ന് ജീവിതം മാറും. നമ്മൾ മറ്റുള്ളവരുടെ പ്രവൃത്തിയിൽ എൻ്റെ സന്തോഷം, മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡിൽ എൻ്റെ സന്തോഷം, അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. എന്തുകൊണ്ടാണ് വി ആർ എക്സ്പെക്റ്റിംഗ് ഫ്രം അതേഴ്സ്? നമ്മുടെ ഉള്ളിൽ ആവശ്യത്തിനില്ലാത്തത് കൊണ്ട്. ഇപ്പം സ്നേഹം പുറത്തുനിന്ന് എപ്പോഴാണ് ആഗ്രഹിക്കുന്നത്? എൻ്റെ ഉള്ളിൽ സ്നേഹം ആവശ്യത്തിലധികം ഉണ്ടെങ്കിൽ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. അങ്ങനെയുള്ള നമ്മൾ സാമൂഹ്യ ജീവികളല്ലേ, നമുക്ക് എത്രത്തോളം അങ്ങനെ പറയാൻ കഴിയും? ഇപ്പോൾ തീർച്ചയായും എല്ലാ മനുഷ്യർക്കും മറ്റൊരാളാൽ സ്നേഹിക്കപ്പെടണം, ഇത് തന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ. മറ്റൊരാളിൽ അപ്രിസിയേഷൻ കിട്ടണം. ഇപ്പോൾ ഒരു കമ്പനി ആണെങ്കിലും, ഒരു പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും, വിവാഹ ജീവിതത്തിന് ശേഷമാണെങ്കിലും, എപ്പോഴും നമ്മൾ അവിടെ ഒരു ഫോക്കസ് പോയിന്റ് ആയിരിക്കണം. നമുക്ക് എല്ലാം കിട്ടണം. അങ്ങനെയാണല്ലോ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയായി മാറുന്നത്. അങ്ങനെയാണല്ലോ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. ഇതൊന്നും വേണ്ടെന്നല്ല, ഇത് കിട്ടാനുള്ള മാർഗം എന്ന് പറയുന്നത്, അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന യൂണിവേഴ്സൽ ലോ ഉണ്ട്. നമ്മൾ എന്താകണം അല്ലെ എന്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നതല്ല നമ്മളിലേക്ക് വരുന്നത്, നമ്മൾ എന്താണെന്നുള്ളതാണ് നമ്മളിലേക്ക് വരുന്നത്. ഇപ്പം എനിക്ക് സ്നേഹം വേണമെങ്കിൽ ഞാൻ സ്നേഹം കൊണ്ട് നിറയണം. സമ്പത്ത് എന്നിലേക്ക് വരണമെങ്കിൽ സമ്പന്നയായിരിക്കണം ഞാൻ. സമ്പന്നയാണ് എന്ന് എൻ്റെ ഉള്ളിൽ, എൻ്റെ ഇന്നർ വേൾഡിൽ, എൻ്റെ ആന്തരിക വേൾഡിൽ ഞാൻ സമ്പന്നയായിട്ട് നിറയണം. അല്ലാതെ ഇതാണ് യാഥാർത്ഥ്യം. ഇതിന് മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ എവിടെ നിന്ന് സന്തോഷം കണ്ടെത്തും? ഇപ്പോൾ നമ്മളിൽ സന്തോഷം വേണമെന്ന് പറയുമ്പോൾ സന്തോഷം കണ്ടെത്താൻ എല്ലാം തികഞ്ഞിട്ട് വരുന്നതല്ല സന്തോഷം. സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒരു സിസ്റ്റവും തന്നെ ഞാൻ പറഞ്ഞു, നമ്മളുടെ ഫോക്കസ് എങ്ങോട്ടാണ് പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ, നല്ല ശമ്പളമുണ്ട്, നല്ല വീടുണ്ട്, നല്ല ഹസ്ബൻഡുണ്ട്, അല്ലെ നല്ല വൈഫുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ബാക്കി എല്ലാ ഇതും ഉണ്ട്. ഇല്ലാത്തതിനെ ഓർത്ത് വേദനിക്കുന്ന ഒരുപാട് ക്ലയൻസ് എൻ്റെ അടുത്ത് വരാറുണ്ട്. ചിലപ്പോൾ ഈ മാസത്തെ സാലറി ഇച്ചിരി ലേറ്റ് ആയിരിക്കും, അതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ വറിയിങ് എപ്പോഴേക്കും അത് വന്നില്ല, അത് ഡിലേ ആകുന്നു. മനുഷ്യൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഫോക്കസ് എന്തില്ല എന്നുള്ളതിലാണ്. നമ്മൾ ഇതിലേക്ക് ഫോക്കസ് കൊടുക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ അധികമായിട്ട് വരാനുള്ള സാധ്യത കൂടും. ഇതെങ്ങനെ മനുഷ്യനല്ലേ എന്ന് ചോദിക്കുമ്പം ഉള്ളത്, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയും, പണമൊന്നുമില്ല, കയ്യിലൊരു 50 രൂപയാണുള്ളതെങ്കിൽ എനിക്ക് 50 രൂപയുണ്ടേ, ഐ എം ഹാവിങ്, ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വരാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി അന്നത്തെ ദിവസം ആ വ്യക്തിയുടെ കയ്യിലേക്ക് അതിലും അധികം പണം വരും. ഇതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ തീർച്ചയായിട്ടും എടുക്കുന്ന കോഴ്സുകളോ അല്ലെങ്കിൽ പ്രോസസ്സോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് അറിഞ്ഞിട്ടുള്ള പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. വായിച്ച് പഠിച്ചതോ കേട്ട് പഠിച്ചതോ ഇല്ല. നമ്മളത് ജീവിതത്തിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. ഞാൻ നമ്മളുടെ ഉള്ളിൽ ചെറിയ കാര്യങ്ങളായാലും, റിലേഷൻഷിപ്പിൽ ഒത്തിരി പ്രോബ്ലം ഉണ്ടായിരിക്കും, പക്ഷെ അതിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് സന്തോഷിക്കാൻ കാണും. ആ ഉള്ളതിലേക്ക് നോക്കുമ്പം നമ്മുടെ ഇന്നർ വേൾഡിൽ ഉണ്ടെന്നുള്ളൊരു മെസ്സേജാണ് പോകുന്നത്. ഈവൻ നമ്മുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ ഉള്ള കാര്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങുമ്പം ഷീ ഈസ് ഹാവിങ് സംതിങ്, ഉണ്ട്, എന്തൊക്കെയുണ്ട്, അവിടെ ഒരു അബൻഡൻസ് ആണ് വരുന്നത്. അതേസമയം നമ്മൾ ഇല്ലായ്മയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ കൂടുതൽ ഇല്ല എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യാനുള്ളത് നമ്മുടെ ലൈഫിലേക്ക് വരും. അതുകൊണ്ടാണ് എപ്പോഴും സന്തോഷിച്ചിരിക്കുന്ന ആളുകളിലേക്ക് കൂടുതൽ സന്തോഷം ഓപ്പർച്യൂണിറ്റീസും വരികയും എപ്പോഴും വിഷമിക്കുകയും കുറ്റം പറയുന്ന ആളുകൾക്ക് കൂടുതൽ ഡിഫിക്കൽട്ടീസ് വരികയും ചെയ്യുന്നത്. ഒന്നും വേണ്ട, നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ തന്നെ പറയാം. നമ്മളിപ്പം എനിക്ക് കടം വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ
തീർച്ചയായിട്ടും ഒരു 3 വർഷത്തിൽ എത്ര പണക്കാരനായാലും കുറേ സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കും. കാരണം അവരുടെ ഫോക്കസ് പോകുന്നത് കടം എന്നുള്ള കാര്യത്തിലാണ്. നമ്മളതുപോലെ എത്ര ഉണ്ടായിട്ടും ഇല്ലായ്മയിൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് ഒരിക്കലും വളർച്ച ഉണ്ടാകത്തില്ല, ഗ്രോത്ത് ഉണ്ടാകത്തില്ല, സന്തോഷം ഉണ്ടാവില്ല. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ. എങ്ങനെയാണ് ഒരാൾക്ക് സെൽഫ് ലവ് ഉണ്ടാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പ്രോസസ്സുകളുണ്ട്. ചെറിയ ചെറിയ പ്രാക്ടീസുകളാണ്. രണ്ടെണ്ണം തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും കാപ്പി കുടിക്കും, ഫുഡ് കഴിക്കും. എങ്ങനെയാണ് ഇപ്പോൾ കാപ്പിയും ഫുഡും ഒക്കെ കഴിക്കുന്നത്? ഫോൺ എടുത്ത് വെച്ച് റീല് കണ്ടുകൊണ്ട്. കുടിക്കുന്ന ടേസ്റ്റ് അറിയാറുണ്ടോ? ഇല്ല. ഒരു 5 മിനിറ്റ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണും ഒരു നല്ല സ്പേസ്. നമുക്കായിട്ടൊന്നൊരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് നമ്മൾ ഈ പ്രസൻറ്റിലായിരിക്കുമോ, ഒന്നി പാസ്റ്റിലായിരിക്കും. അയ്യോ അത് നടന്നില്ലല്ലോ, ഇത് നടന്നില്ലല്ലോ, അത് ശരിയല്ലല്ലോ, എന്നാ ചെയ്യുമെന്നുള്ള ടെൻഷനും കുറ്റബോധം. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ആശങ്ക, ആകുലത, എന്നാകും. ഈ മൊമെൻറ്റിലായിരിക്കുന്നത് വളരെ കുറവല്ലേ? ഈ മൊമെൻറ്റ് മാത്രമേ റിയാലിറ്റി ആയിട്ടുള്ളൂ. ഈ മൊമെൻറ്റിൽ മാത്രമേ നമുക്ക് ചോയ്സ് ഉള്ളൂ. എന്തിനും നമുക്ക് ചോയ്സ് ഉള്ളത് ഈ മൊമെൻറ്റിലാണ്. നമ്മളപ്പോൾ ഈ മൊമെൻറ്റിലായിരിക്കുന്നത്, നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരു 14 മണിക്കൂറല്ലേ 16 മണിക്കൂറിൽ എത്ര മിനിറ്റ് അല്ലേ എത്ര മണിക്കൂർ നമ്മൾ പ്രസൻറ്റിലായിരിക്കുന്നു എന്ന് ഓർത്താൽ മതി. നമ്മൾ പ്രസൻറ്റിലായിരുന്നാലേ നമുക്ക് നമ്മളെ അറിയാൻ പറ്റുള്ളൂ. ഒരു ഫുൾ മീല് ആസ്വദിച്ച് കഴിച്ചാൽ അത് സെൽഫ് ലവ് ആണ്. നന്നായിട്ട് ഭക്ഷണം ആസ്വദിച്ച് ബാക്കി എല്ലാം മാറ്റി വെച്ച്, അതെ, നമ്മുടെ വീട്ടിൽ കുടുംബാംഗങ്ങളുണ്ട്, അവരോടൊന്ന് സംസാരിച്ച് ആ ഓരോന്ന് രുചി അറിഞ്ഞൊന്ന് കഴിച്ചു നോക്കി. ഇതൊന്നും വേണ്ട, ഒരു കപ്പ് ചൂടുവെള്ളം ഓരോ സിപ്പും ആസ്വദിച്ച് കുടിച്ചിട്ടൊരു രാവിലെ ഒന്ന് തുടങ്ങി നോക്കി, എത്ര എനർജറ്റിക് ആയിരിക്കും. ഞാൻ പറയും 10 to 15 മിനിറ്റ്സ് സൈലൻറ്റിലായിരിക്കുക. എഴുന്നേറ്റ് രാവിലെ ആദ്യത്തെ 1 hour ഫോൺ ഉപയോഗിക്കുകയേ ചെയ്യരുത്. എന്തുകൊണ്ടാണെന്നറിയുമോ? നമ്മൾ എങ്ങനെ തുറന്നാലും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിലേക്കായിരിക്കും നമ്മുടെ ഫോക്കസ് പോകുന്നത്. എവിടെന്നെങ്കിലും കുറേ കാര്യങ്ങൾ വരും. ആദ്യത്തെ 1 hour നമ്മൾ നമുക്കായിട്ട് മാറ്റി വെക്കുക. അതിലൊരു 15 മിനിറ്റ്സ് നല്ല നമുക്കായിട്ട് സൈലൻറ്റിലായിരിക്കുക, ഗ്രൗണ്ടിങ് ചെയ്യുക, ബ്രീത്തിങ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് കണ്ണടച്ചിരിക്കുക. ഇതൊന്നുമില്ല, കുറേ ചിന്തകളാണ് വരുന്നെങ്കിലും അതിനെയൊന്നും ജഡ്ജ് ചെയ്യാതെ ഒരു 15 മിനിറ്റ് ശാന്തമായിട്ടിരിക്കുക. അന്നത്തെ ദിവസം എത്ര പ്രൊഡക്റ്റീവാണെന്ന് നമുക്കറിയാൻ പറ്റും. അതേപോലെ ഒരു ദിവസം തുടങ്ങുന്നതിന് പിന്നെ എനിക്ക് എങ്ങനെ വേണം, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, ഈ സമയത്തൊന്ന് എഴുതി വെച്ചിട്ട് തുടങ്ങി നോക്കി. അന്നത്തെ എനർജി എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ അഡീഷനായിട്ട് എനിക്കുള്ള കുറച്ച് കാര്യങ്ങളിൽ നന്ദി പറഞ്ഞൊന്ന് എഴുതി നോക്കി. ഒരു 3 കാര്യം. ഞാൻ ഇന്ന് ഈ ശരീരത്തിൽ ജീവനോടെ ഇരിക്കുന്നതിന് നന്ദി, ഞാൻ സുരക്ഷിതയായിരിക്കുന്നതിന് നന്ദി, നല്ല ശുദ്ധവായു ശ്വസിക്കുന്നതിന് നന്ദി. ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ട, ഇത്രയെങ്കിലും എഴുതി വെച്ചിട്ട് ഓക്കെ, നമ്മൾ 3 കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് എനിക്കുള്ള കാര്യത്തിൽ. അതേപോലെ എൻ്റെ ഈ കുടുംബത്തെയും എൻ്റെ നാടിനെയും എൻ്റെ രാജ്യത്തെയും ഒക്കെ ഞാൻ അനുഗ്രഹിക്കുന്നു, എല്ലാവർക്കും നല്ലത് വരട്ടെ. അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമില്ലേ? ഇത്രയൊക്കെ ഒരു 15 മിനിറ്റിൽ ചെയ്തിട്ട് ഒരു ദിവസം തുടങ്ങി നോക്കി, ആ ദിവസം വ്യത്യാസമായിരിക്കും. ഒരുപാട് കാര്യങ്ങളൊന്നും പുറത്തുനിന്ന് ഒന്നും കൊണ്ടുവന്ന് ചെയ്യാനൊന്നും പറയുന്നില്ല നമ്മുടെ ലൈഫ് മാറാൻ. ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രോസസ്സുകളും ആക്ടിവിറ്റീസും മതി ലൈഫ് മാറാൻ. പക്ഷേ ചില മനുഷ്യരെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മൾ എപ്പോഴും പലയിടങ്ങളിലും കേൾക്കുന്നതാണ്. ചിലർ ജീവിതത്തിൽ ചെയ്യാൻ നോക്കും, പക്ഷേ എങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ചുറ്റുപാടും അതിന് സമ്മതിക്കില്ല. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ചെന്ന് കയറുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റിനുമുള്ളതെല്ലാം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ എന്ത് ചെയ്താലും ഒരു ഫലം കിട്ടണമെങ്കിൽ കൺസിസ്റ്റൻസി വേണം. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാട് പിടിച്ച് നടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ നടന്നൊരു വഴി ഉണ്ടാക്കുന്ന പോലാണ്. ഇത്രയും കാലം എല്ലാം നെഗറ്റീവായിരുന്നു, ആ ഒരു പാത്ത് നല്ല സ്ട്രോങ് ആണ്. നമ്മൾ പുതിയ പാത്ത് ഉണ്ടാക്കുമ്പോൾ, ഇത് ന്യൂറൽ പാത്ത് വേ എന്ന് പറയും, അത് നമ്മൾ എവരിഡേ ചെയ്യണം. എവരിഡേ ചെയ്യുമ്പോഴേ അത് സ്ട്രോങ് ആവുള്ളൂ, നമ്മൾ അതിലേക്ക് ശീലമാകത്തുള്ളൂ. രണ്ടാമത്, ഒരാൾക്ക് ചോയ്സ് ഉണ്ട്. ഇപ്പം ദരിദ്രനായിട്ടാണ് ജീവിക്കുന്നത്, ദരിദ്രനായിട്ട് തന്നെ മരിക്കാനുള്ള ചോയ്സ് ഉണ്ട്. ഇതല്ലെങ്കിൽ അത് മാറ്റി ഒരു സമ്പന്നനാകാനുള്ള ചോയ്സും ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്യുക, എനിക്ക് എന്ത് വേണമെന്നുള്ള. നമ്മുടെ ചുറ്റുപാടുകളെ നോക്കി ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിത്തൗട്ട് ആക്ഷൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നും ബ്ലെയിമിങ് തന്നെയായിരിക്കും. എനിക്ക് മാറണം, എന്തൊക്കെ എൻ്റെ മാറ്റത്തിന് തടസ്സമായിട്ടുണ്ടെന്നൊരു അവെയർനെസ് ഉണ്ടായാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് മാറാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ ഗോസിപ്പ് പറയുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്ന ഗ്രൂപ്പുകൾ കാണും, ആളുകൾ കാണും. നമുക്കറിയാം ഇതെന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ അത് അവോയ്ഡ് ചെയ്യുക.
അങ്ങനെ തന്നെ വേണം. അതിലിരുന്നോണ്ട് ഗോസിപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെടാമെന്ന് പക്ഷേ വിചാരിച്ചു, ചിലർ അതിൽ നിന്നല്ലേ സന്തോഷം കണ്ടെത്തുന്നത്. ആ സന്തോഷം നമ്മളെ വളർത്തുന്നില്ലെങ്കിലോ? അതിൽ നിന്ന് ചിലർ സന്തോഷം കണ്ട് അവരതുകൊണ്ട് പൈസ ഉണ്ടാക്കി അവർ രക്ഷപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷെ അവർ അതിന് പകരമായിട്ടുള്ള വേറെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഇരുന്ന് അത് കേട്ട് രസിക്കുന്നവർ വേറൊന്നും ചെയ്യുന്നില്ല. അവരുടെ തലയിലേക്ക് കയറുന്നത് ഈ ഗോസിപ്പും വേണ്ടാതീനങ്ങളുമാണ്. ഈ സുഹൃത്ത് ബന്ധങ്ങൾ അവരെല്ലാം ഒത്തുകൂടുമ്പോഴും, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ അമ്മമാർ, കുടുംബശ്രീ, അവരെയാണ് കൂടുതൽ ഇത്തരത്തിൽ കളിയാക്കിയൊക്കെ പറയുന്നത്. പക്ഷെ എന്നാലും ഇവരെല്ലാം ഒത്തുകൂടുന്ന വേളയിലല്ലേ ഇത് സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെ നമ്മൾ അതൊരു മോശമായിട്ട് ജീവിതത്തിൽ വരുമോ? തീർച്ചയായിട്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗോസിപ്പിംഗ്, നെഗറ്റീവുള്ള കാര്യങ്ങളുമാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും ജീവിതത്തെ ബാധിക്കുക തന്നെ ചെയ്യും. കാരണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രെയിൻ ട്രെയിൻ ആകുന്നത് എല്ലാം നെഗറ്റീവായിട്ട് കാണാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുമാണ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നു അങ്ങനെയുള്ള അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്നല്ല പറയുന്നത്. അതിനോട് സമാനമായിട്ടുള്ളൊരു എനർജി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ലൈക്സ് അട്രാക്ട്സ് ലൈക്സ്. നമ്മൾ എന്ത് ഇഷ്ടപ്പെടുന്നോ, നമ്മൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളത് ഈ ലോകത്തിൻ്റെ ഒരു നിയമം തന്നെയാണ്. സൃഷ്ടിയുടെ ഒരു ബേസിക് നിയമം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരു സൈഡാണ് മണി എന്ന് പറയുന്നത്. പണമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ, അല്ലെങ്കിൽ പണമില്ലാത്തതുകൊണ്ട് ആത്മഹത്യയുടെ വാക്കിൽ വന്നു നിൽക്കുന്ന മനുഷ്യർ, വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നവർ, എല്ലാം ത്യജിക്കേണ്ടി വരുന്നവർ, അതായത് മാളിക മുകളിൽ ജീവിച്ചിരുന്ന ആളുകളെല്ലാം പിന്നീട് എല്ലാം വിട്ടുവീഴ്ച നഷ്ടപ്പെടുന്നൊരവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുന്ന മനുഷ്യരുണ്ട്. അവരെ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? വളരെ നല്ല ചോദ്യമാണിത്. കാരണം പണം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. നമ്മുടെ കയ്യിൽ പണം ഇല്ലാതാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ലോകത്ത് സമ്പത്തില്ലെന്നല്ല, അത് സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. എന്താണ് എന്നെ സ്വീകരിക്കാൻ അനുവദിക്കാത്തത്? ഇപ്പോൾ എനിക്ക് പണം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് പരിശ്രമിക്കുന്നു. അതിനോടൊപ്പം തന്നെ അതിനെന്നെ അനുവദിക്കാത്ത കുറേ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ പണക്കാരെല്ലാം നല്ലവരല്ല, ഭയങ്കര സ്വാർത്ഥരാണ്. ഈ പണം ഉണ്ടാക്കുന്നവർ നേരായ മാർഗത്തിലല്ല ഉണ്ടാക്കുന്നത്, പല അണ്ടർവേൾഡ് പരിപാടികളും ചെയ്തിട്ടാണെന്ന് പറയുന്ന ഒരു മനസ്സ് എൻ്റെ ഉള്ളിലുമുണ്ട്. അതായത് ഒരേ സമയം ഇങ്ങനെ പിടിവലി നടക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലേക്ക് പലരും ഒത്തിരി അധ്വാനിച്ചിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടും കിട്ടാതെ പോകുന്ന ഒരു അതേപോലെ ഏറ്റവും മനുഷ്യന് ആവശ്യമുള്ള പണമാണ്. ഈ പണത്തെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ വിശ്വാസങ്ങളും ലിമിറ്റിംഗ് ബിലീഫ്സ് നിലനിൽക്കുന്നത്, ജഡ്ജ്മെൻറ്റ് നിലനിൽക്കുന്നത്. ചിലർ പറയും നല്ലവരാണെങ്കിൽ പണം ഉണ്ടാകാൻ പാടില്ല, പണം എൻ്റെ എളിമയെ കളയും, എന്നെ നല്ലവനല്ലാതാക്കും, പണം എൻ്റെ സ്വർഗരാജ്യം എനിക്ക് നഷ്ടപ്പെടുത്തും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ജഡ്ജ്മെൻറ്റുകൾ തന്നെ അതേപോലെ നഷ്ടപ്പെടുമോ എന്നുള്ള ഫിയർ ഓഫ് മണി, ഫിയർ ഓഫ് ലോസ്. അത് ഇപ്പം എന്നോട് പറഞ്ഞില്ലേ, മാളിക മുകളേറിയ മന്നൻ്റെ ആ പണം കയ്യിലിരിക്കുമ്പോൾ സുരക്ഷിതത്വം അല്ലാതെ ശരിക്കും ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഡെഫിനറ്റ്ലി അവരുടെ നിന്ന് പണം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മണി ഉണ്ടാകാൻ ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ ഇന്നർ വർക്കാണ് ആവശ്യം. നമ്മുടെ ഉള്ളിലുള്ള പണത്തെ പറ്റിയുള്ള ഇങ്ങനെയുള്ള കുറേ എമോഷൻസ്, പൊളാരിറ്റി എന്ന് വേണേൽ പറയാം, അല്ലെ കോൺഫ്ലിക്റ്റ് എന്ന് പറയാം, അത് തിരിച്ചറിഞ്ഞ് അത് മാറ്റുക തന്നെ വേണം. പണത്തിൻ്റെ ഒരു ഫ്ലോ നമ്മളിൽ ഇൻക്രീസ് ആകാനും. പണം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നിലനിർത്തണമല്ലേ, അതിനത് ഏറ്റവും അത്യാവശ്യമാണ്. അതില്ലാത്തത് കൊണ്ടാണ് പണം നിലനിർത്താൻ സാധിക്കാതെ പോകുന്നത്. കാരണം ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ പണം ആരെങ്കിലും ഒരിക്കൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകാം, നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഈവൻ തീരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ പണം നമ്മുടെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടുന്ന സമയത്ത് ചില സമയത്ത് പേരൻസോ ബ്രദേഴ്സോ ഒക്കെ പറയുന്നത്, ഈ കൊച്ചാ നിനക്ക് പണം കൈകാര്യം ചെയ്യാൻ അറിയില്ല. ആ പണം തിരിച്ചു വാങ്ങിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കളിപ്പിച്ചെടുത്തിട്ടുണ്ടായിരിക്കും. 500 രൂപയോ 100 രൂപയോ വല്ല 10 രൂപയോ 10 രൂപ കൊടുത്ത് ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇതവരുടെ ഉള്ളിൽ കിടക്കും. എത്ര വളർന്നാലും ഈ ഫിയറും ഈ അനുഭവങ്ങളും ഇവരുടെ ഉള്ളിൽ കിടക്കും. ഇതൊക്കെ ക്ലിയർ ചെയ്ത് കളയാത്തിടത്തോളം കാലം പണം അവർക്ക് എന്നും ഒരു പ്രശ്നം തന്നെ ആയിരിക്കും. ഈവൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് പറയാം, നമ്മൾ എപ്പോഴും അല്ല നമ്മൾ പറയുന്നത്, ചില സമയത്ത് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും, നമ്മൾ സേഫ് ആയിരിക്കും, നമുക്ക് ഇഷ്ടംപോലെ പണം വരുന്നു, നല്ല സാലറി വരുന്നു, നമ്മളെല്ലാം. ചില സമയത്ത് നമ്മുടെ സിറ്റുവേഷൻസ് മാറുമ്പോൾ നമ്മൾ വിചാരിക്കുമോ എനിക്കെല്ലാം പോസിറ്റീവാണ്, എനിക്കെല്ലാം അറിയാം, ഞാൻ സേഫാണ്. പക്ഷെ സിറ്റുവേഷൻസ് മാറുമ്പോൾ
എൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പ്രോപ്പറായിട്ടെല്ലാം നമ്മളറിയാം പ്രാക്ടീസ് ചെയ്യുന്നു. എന്ത് വിചാരിച്ചാലും നടക്കും, ഇഷ്ടം പോലെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ പെട്ടെന്ന് നടക്കുന്നു, എല്ലാം നല്ലതാണ്. പക്ഷെ ഒരു സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വന്നു. കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളില്ലാത്ത കൊറോണ സമയത്ത് ചിലത് വരുമ്പം അന്ന് നമുക്കറിയില്ല, ഈ സന്തോഷിച്ച പോലെ തന്നെ ഉള്ളിലൊരു ആശങ്ക, ഫിയർ ഭയങ്കര അധികമായിട്ട് വന്നു. അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യും, എനിക്ക് നല്ല കാര്യങ്ങൾ എത്ര സ്പീഡിൽ നടന്നോ ഫിയർ വന്നപ്പം ബുദ്ധിമുട്ടുകളും അതേ സ്പീഡിൽ നടക്കാൻ തുടങ്ങി. എന്താ നടക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഉടനെ നടക്കുന്നു. അത് നമ്മൾ ബുദ്ധിമുട്ടാകുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് വന്നു. അന്ന് എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ. നമ്മളന്ന് ചോദിക്കും, അയ്യോ ഇതെന്താ ഇങ്ങനെ നടക്കുന്നത്, എന്താ ഈ നമ്മളുടെ അനുഭവം മുഴുവൻ നല്ലത് വന്നുള്ള അനുഭവമേ ഉള്ളൂ, ഇങ്ങനെ പ്രശ്നങ്ങൾ വന്ന അനുഭവമില്ല. അപ്പോൾ എന്താ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്, ഒന്നിനും പോലെ അടുത്ത പ്രശ്നം വരുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും. ഇനി എന്നെ അടുത്ത കോംപ്ലിക്കേഷൻ വരാനുള്ളത് ചിന്തിച്ച് മനസ്സിൽ കാണുന്നതിന് മുന്നേ മാനത്ത് കാണുകയെന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതിനും അത് അനുഭവമാകും. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഇതിൻ്റെ ആഴങ്ങളിൽ എന്താണ് ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്നുള്ളത്, നമ്മുടെ ഉള്ളിൽ എന്താണോ ഇത് അവിടെ കിടക്കും. നമ്മുടെ ചെറുപ്പകാലത്ത് എവിടെയെങ്കിലും കടന്നുകൂടിയ ഒരു ഫിയർ ആയിരിക്കും. അതിനനുകൂലമായ സാഹചര്യം വരുമ്പം അത് നമ്മൾ ക്ലിയർ ആക്കിയില്ലെങ്കിൽ അത് പ്രാവർത്തികമാകും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. തിരിച്ചറിയുന്നില്ല, അവെയർനെസ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നിന്ന് അടുത്ത പ്രശ്നം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പോയിന്റിൽ അവിടെ നിന്ന് ഇതിങ്ങനെ പോയാൽ ശരിയാകില്ല, എന്താ ഇവിടെ ചെയ്യാനുള്ളത്. അതിനു മുന്നേ എല്ലാം ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ പ്രൊഫസറായിരുന്നു, എൻ്റെ സബ്ജക്റ്റ് ഇതൊക്കെയാണ്. എല്ലാം പഠിക്കും, പക്ഷെ ഞാൻ അധികം അപ്ലൈ ചെയ്യാറില്ല. കാരണം ഞാൻ വിചാരിച്ചു എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ പുറകോട്ടൊന്നും ചിന്തിച്ച് നമുക്കിങ്ങനെയൊക്കെ ഉണ്ടോ, സൈലൻ്റ് ആയിരിക്കുന്ന പലതിനെ പറ്റി നമ്മൾ പഠിപ്പിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഓരോരുത്തർക്കും ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആവശ്യമാണ്. അതെല്ലാവർക്കും എപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ പ്രത്യക്ഷമാകണമെന്നില്ല. പക്ഷെ ഒരു പ്രതിസന്ധിയിൽ വരുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്. കാരണം നമുക്കൊരു പ്രശ്നം ഉള്ളിൻ്റെ ഉള്ളിൽ, കാരണം നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പലതിൻ്റെയും റിയൽ റീസൺ ഇതൊന്നും ആയിരിക്കുകയില്ല. ഇപ്പോൾ ഒരു ലൈഫ് പാർട്ട്ണർ വിഷമിച്ച് പറയാണ്, വിഷമം ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് കേൾക്കുന്ന ഹസ്ബൻഡ് മനസ്സിലാക്കുന്നത് ഞാൻ പോരാന്നുള്ള കംപ്ലൈൻ്റ് ആയിട്ടായിരിക്കും. വൈഫിന് വേണ്ടത് എന്നെ ഒന്ന് ലിസൺ ചെയ്താൽ മതി. പക്ഷേ ഹസ്ബൻഡിന് ചെറുപ്പത്തിലുള്ള ഒറ്റപ്പെടലോ അല്ലെങ്കിൽ അംഗീകാരം കിട്ടാത്ത ആ ഒരു വ്യക്തിക്ക് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് കിട്ടുന്നത് ഇതാണ് തിരിച്ച് കിട്ടുന്നത്, ഞാൻ പോരാന്നാണ് പറയുന്നത്. പല പ്രശ്നങ്ങളുടെയും ശരിക്കുള്ള കാരണം നമ്മുടെ ചെറുപ്പം തന്നെയാണ്, ചെറുപ്പകാലത്തുള്ള കാരണങ്ങളാണ്. ഇത് തിരിച്ചറിയാതെ ഇവിടെ കിടന്നുകൊണ്ട് നമ്മൾ ഗുസ്തി പിടിക്കും, യുദ്ധം ചെയ്യും, കൂടുതൽ കോംപ്ലിക്കേഷനിലാകും. ശരിക്കും എല്ലാവർക്കും വേണ്ടതാണ് ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ്. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഒറ്റപ്പെട്ടും നിരാകരിക്കപ്പെട്ടതും ഒക്കെയായ ഒരു കുഞ്ഞ് ഒരു മകനോ മകളോ അല്ലെ ആ ഒരു ഗേളോ ബോയോ, അവർക്ക് വേണ്ട ഹീലിംഗ് കൊടുക്കുമ്പം, അവരെ ലിസൺ ചെയ്യുമ്പം, അവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന പെയിനെ റിലീസ് ചെയ്യുമ്പം ഇന്നത്തെ പല പ്രശ്നങ്ങളും ഇല്ലാതായിപ്പോവും. കാരണം ഇന്നത്തെ പല പ്രശ്നങ്ങളുടെയും റൂട്ട് കോസ് നമ്മുടെ കുട്ടിക്കാലത്താണ് കിടക്കുന്നത്. അത് ഒറ്റപ്പെടലിൻ്റെ ആകാം, അപമാനത്തിൻ്റെ ആകാം, നിരാകരണത്തിൻ്റെ ആകാം. ചിലപ്പോൾ നടുവിലുള്ള കുട്ടിയായിരിക്കും, എന്നും ഇൻവിസിബിൾ ചൈൽഡായിട്ട് നിലനിൽക്കും. മൂത്ത കുട്ടിയും ഇളയ കുട്ടിയും കൺസിഡർ ചെയ്യപ്പെടും. അതിൻ്റേതായിട്ടുള്ള അങ്ങനെയുള്ളവരൊക്കെ സ്നേഹം അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി ക്ലയൻസ് എനിക്ക് വരാറുണ്ട്. ദേ ആർ നോട്ട് ഹാപ്പി വിത്ത് എനിത്തിങ്. മറ്റാരുടെയെങ്കിലും ഒരു കൺസിഡറേഷനോ സ്നേഹമോ ഇല്ലാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. അത് ഇച്ചിരി പോയി കഴിഞ്ഞാൽ ഇവർ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നതൊക്കെ അത് അവർക്ക് ആ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കഴിയുമ്പം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വൂണ്ട് ഉണങ്ങി കഴിയുമ്പം ഇപ്പോഴത്തെ പല പ്രശ്നങ്ങളും ഡിസപ്പിയർ ആകുന്നത് കാണാൻ പറ്റും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഒരുപാട് ആവശ്യമാണ്. നമുക്ക് ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകൾ അടുത്തേക്ക് വരുമ്പോൾ അപ്പോൾ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്? സെക്ഷൻ കാര്യങ്ങൾ എങ്ങനെയാണ്? ആദ്യം പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. ക്ലാരിറ്റി ഉണ്ടാവില്ല. ശരിക്കും അവിയൽ പരുവത്തിൽ കുഴഞ്ഞു പറഞ്ഞ് എന്താ പ്രശ്നമെന്ന് അറിയാം. അവരെ ആദ്യം കേൾക്കും. നമുക്കത് കേൾക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ശരിക്കുള്ള, അതായത് നമുക്ക് കാലിലൊരു മുള്ള് കുത്തി, മുള്ളകത്താണ്,
പുറത്ത് ഇവർ പറയുന്നത് എനിക്ക് വേദനയുണ്ട്, പസ് വരുന്നുണ്ടെന്നുള്ളത്, ശരിക്കും ആ മുള്ളെടുക്കാതെ ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും മാറുകയില്ല. നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാം ഇവരുടെ പ്രശ്നം ശരിക്കും എവിടാണ് കിടക്കുന്നത്, എന്തിലാണ് ഇവർ ഈ കുടുങ്ങി കിടക്കുന്നതെന്നുള്ളത്. അപ്പം ചിലർക്കൊരു വ്യക്തതയായിരിക്കും വേണ്ടത്, കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി. ഈ എല്ലാം പുകമറയ്ക്കകത്ത് കിടക്കുന്ന ക്ലാരിറ്റി ഉള്ളവർക്ക് ക്ലാരിറ്റി കൊടുക്കും. ഒത്തിരി പേർക്ക്, അധികപക്ഷം ആളുകൾക്കും ഒരു മാറ്റം തന്നെ. കാരണം നമ്മൾ ഈ ലോകത്തുള്ള സത്യം പറഞ്ഞ എല്ലാ മൊഡാലിറ്റി എല്ലാത്തിലും മനുഷ്യനെ മാറ്റാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് പ്രോപ്പറായ രീതിയിൽ ഉപയോഗിക്കുക. എല്ലാം ഒന്നും എല്ലാവർക്കും ഉള്ളതുപോലെ, ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, ഈ കാണുന്ന എല്ലാവർക്കും ഉള്ളതല്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കാണും. ഇപ്പം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ രാഹുലിന് ഇഷ്ടമാവണമെന്ന് വരത്തില്ല, ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വരത്തില്ല. നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ രീതികൾക്കും നമ്മുടെ ഇഷ്ടത്തിനും അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോഴേ നമ്മളത് ഓപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ആ ക്ലയൻറ്റിന് ഏതായിരിക്കുമോ കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത്, ഫോളോ ചെയ്തു പോകാൻ പറ്റുന്നത്, ആ രീതിയിലുള്ള പ്രാക്ടീസുകളായിരിക്കും ആദ്യം കൊടുക്കുന്നത്. എങ്ങനെ വന്നാലും ആദ്യം ഇവർക്കൊക്കെ ക്ലെൻസിങ് ആണ്. ഈ അകത്തുള്ള അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ പുതിയത് റീഇൻസ്റ്റോൾ ചെയ്യത്തുള്ളൂ, റീവയർ ചെയ്യത്തുള്ളൂ. ആദ്യമായിട്ട് വരുന്ന എല്ലാവർക്കും ചെയ്യുന്ന സബ് കോൺഷ്യസ് റീവയറിംഗ് ആണ്. സിസ്റ്റമാറ്റിക്കായിട്ട് പറയാമെങ്കിൽ, സയൻറ്റിഫിക്കലി പറയാമെങ്കിൽ സബ് കോൺഷ്യസ് റീവയറിംഗ് തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ ഇതുവരെയുള്ള പ്രോഗ്രാമിങ്ങിനെയൊക്കെ നൈസായിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് പുതിയ പ്രോഗ്രാമിംഗ് ചെയ്ത് കൊടുക്കും. അതിന് ക്ഷമ ആവശ്യമാണ്, കൺസിസ്റ്റൻസി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇങ്ങനെയുള്ള ഒരു മാറ്റം ആഗ്രഹിച്ച് വരുന്നവർക്ക് 3 മാസത്തിൽ കുറഞ്ഞ് ഞാൻ എടുക്കാറില്ല. എനിക്ക് ദൈവാനുഗ്രഹത്താൽ എൻ്റെ അടുത്ത് വരുന്നവരെല്ലാം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് വിട്ടു പോകത്തില്ല. കാരണം പിന്നെ 4 മാസമൊക്കെ ആകുമ്പം മതി, യു ആർ എനഫ് എന്ന് പറഞ്ഞ് വിടുന്ന ഒരു സാഹചര്യമാണ് എനിക്കുള്ളത്. കാരണം ഒരു ആരും കേൾക്കാനില്ലാതെ അല്ലെങ്കിൽ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്ന് വന്ന് ആ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ അവർക്കൊരു പേടിയായി, വീണ്ടും പഴയതിലേക്ക് പോകുമോ, വീണ്ടും ആ ഒരു ഇനി അതൊന്നും ഓർത്തുപോലും നോക്കാൻ പറ്റത്തില്ല. നൗ ലൈഫ് ഈസ് ഹാപ്പി എന്ന് പറയുന്ന ക്ലയൻസാണ് എനിക്കുള്ളത്. പക്ഷെ അവർ ആ ഒരു സമയമാകുമ്പോൾ അവരുടെ ലൈഫിനെ ഹാൻഡിൽ ചെയ്യാൻ പ്രാപ്തരായി. ഞാൻ പറഞ്ഞില്ലേ, ഈ കറേജിനും മേളിലെത്തി എന്ന് നമുക്കറിയാം. സോ they can lead their life normally. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു കൺസൾട്ടേഷൻ, അല്ലെങ്കിൽ നമ്മൾ കൺസൾട്ടേഷൻ അല്ല, ഇവിടെ ഉണ്ട് ഒരു സമാധാനം, അങ്ങനെ ഒന്ന് വിളിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ദിസ് ഈസ് ദ വേ ഐ ആം ഹാൻഡ്ലിങ് മൈ ക്ലയൻറ്റ്സ്.